ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. മക്കളെ, മോൾ സങ്കല്പത്തിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന 4 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സമയമില്ല, വേഗം പോവുകയാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പ്രസന്റ് ഇൻ 1 കിലോഗ്രാം വാട്ടർ. 1 കിലോഗ്രാം വെള്ളം എടുത്താൽ അതിൽ എത്ര വാട്ടർ മോളിക്യൂൾ ഉണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കിലോഗ്രാമും ഗ്രാമും ഒക്കെ ആരെ യൂണിറ്റാ? മാസിന്റെ യൂണിറ്റ് അല്ലേ? റെഡി അല്ലേ? എത്ര മോളിക്യൂൾ ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻ. മോളിക്യൂൾ എത്ര ഉണ്ടാവണം അറിയണമെങ്കിൽ മോൾ എത്ര ഉണ്ടാവണം അറിയണം. മോൾ അറിഞ്ഞാലേ മോളിക്യൂൾ കാണാൻ പറ്റുള്ളൂ. ആദ്യം മോള് കാണണം. എന്താ? 1 കിലോഗ്രാം വാട്ടർ എന്ന് പറഞ്ഞു. കിലോഗ്രാം എന്ന് കേട്ടാ അപ്പൊ ഓർമ്മ വേണം. കിലോഗ്രാം ആരെ യൂണിറ്റാ? ഗ്രാമും കിലോഗ്രാമും ഒക്കെ ആരെ യൂണിറ്റാ? മാസിന്റെ യൂണിറ്റ് ആണ്. മാസ് തന്നാൽ മോള് കാണാൻ മക്കൾ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? മോൾ ഈക്വൽ ടു മോൾ ഈക്വൽ ടു മാസ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് അല്ലെ? ഗിവൺ മാസ് ബൈ, ഞാൻ ഷോർട്ടാക്കി ചെയ്താ, ഗിവൺ മാസ് ബൈ ഗ്രാം മോളിക്കുലർ മാസ് ആണ്. മാസ് ഇൻ ഗ്രാം ആണ്, ഗ്രാമിലാ പറയാ, ഡിവൈഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്. അപ്പൊ മാസ് തന്നാ മോള് കാണാൻ ഇക്വേഷൻ എന്ന് പറഞ്ഞേ ഗിവൺ മാസ് ഇൻ ഗ്രാം ബൈ ഗ്രാം മോളിക്കുലർ മാസ്. ഗിവൺ മാസ് ഇൻ ഗ്രാം എത്രയാ? 1 കിലോഗ്രാം. 1 കിലോഗ്രാം എന്ന് പറഞ്ഞ എത്ര ഗ്രാമാ? 1000 ഗ്രാം. 1 കിലോഗ്രാം എത്ര ഗ്രാമാ? 1000 ഗ്രാം ആണ്. കിലോഗ്രാമിന് ഗ്രാമിലേക്ക് മാറ്റണം. എന്താ? ഗിവൺ മാസ് ഇൻ ഗ്രാം ആണ്. ഗിവൺ മാസ് ഇൻ ഗ്രാം, ഗ്രാമിലുള്ള മാസ് ഡിവൈഡഡ് ബൈ ഗ്രാം മോളിക്കുലർ മാസ്. വാട്ടർ ആണ് അല്ലേ? വാട്ടറിന്റെ മോളാർ മാസ് കാണണ്ടേ? വാട്ടറിന്റെ മോളാർ മാസ് എങ്ങനെ കാണാ? ഹൈഡ്രജന്റെ തലയിൽ 1 ആണുള്ളത്, ഓക്സിജന്റെ തലയിൽ 18 ആണുള്ളത് അല്ലെ? 1 × 2 പ്ലസ് 18 × എത്ര ഓക്സിജനാ? 1 അവിടെ ഉള്ളത്. അപ്പൊ എത്ര കിട്ടി? എത്ര കിട്ടി? 18 കിട്ടി. സോറി, 16. ഇവിടെ 16, ഓക്സിജൻ 16. 16 + 2 18 കിട്ടി. അപ്പൊ മോളാർ മാസ് ഓഫ് വാട്ടർ എത്ര? 18 ആണ്. 18. അപ്പൊ 1000/18 എന്ന് പറഞ്ഞാൽ 55.5 മോൾ. റെഡി അല്ല? 5 മോൾസ് ആണുള്ളത്. പക്ഷെ മോളല്ല ക്വസ്റ്റ്യൻ, മോളിക്യൂൾസ് ആണ് ക്വസ്റ്റ്യൻ. മോളല്ല ക്വസ്റ്റ്യൻ, മോളിക്യൂൾസ് ആണ് ക്വസ്റ്റ്യൻ. സോ 55.5 × 6.02 അല്ലെ? 0.22 × 10⁻23 മോളിക്യൂൾസ്. ഇത്രയും തന്മാത്രകൾ ഉണ്ടല്ലേ? യെസ്, വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ? നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം, സമയമില്ലല്ലോ. യെസ്, കാൽക്കുലേറ്റ് ദി എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് that could be produced when 1 mole of carbon burn in air. ക്വസ്റ്റ്യൻ എന്താണ്? 1 മോൾ കാർബൺ, 1 മോൾ കാർബൺ ഓക്സിജനിൽ കത്തിയാൽ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്, എത്ര കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും എന്നുള്ളതാണ് മക്കളുടെ ക്വസ്റ്റ്യൻ. ഇതാ 1 മോൾ കാർബൺ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിജനിൽ കത്തിയാൽ ഉണ്ടാവുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവാണ് ക്വസ്റ്റ്യൻ. 1 മോൾ കാർബൺ ഓക്സിജനിൽ കത്തുക, 1 മോൾ കാർബൺ ഓക്സിജനിൽ കത്തിയാൽ എത്ര കാർബൺ ഡയോക്സൈഡ് ഉണ്ടാവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. 1 മോൾ കാർബൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 12 ഗ്രാം ആണ്. കാർബണിന്റെ അറ്റോമിക് മാസ് 12 ആണ്. 2 മോൾ ഓക്സിജൻ എത്രയാ? 32 ഗ്രാം ആണ്. 32 ഗ്രാം. എത്ര കാർബൺ ഡയോക്സൈഡ് ഉണ്ടായി? 44 ഗ്രാം. 44 ഗ്രാം. കാർബണിന്റെ എത്രയാ? കാർബൺ ഒരു കാർബൺ എത്രയാ? മാസ് തലയിൽ എത്രയാണ്? 12. കാർബണിന്റെ മാസ് 12 ആണ്. ഓക്സിജന്റെ മാസ് എത്രയാ? 16 ആണ്. 16 × 2 32, 32 × 2 15 44 ഗ്രാം. അപ്പൊ 1 മോൾ കാർബൺ ഓക്സിജനിൽ കത്തിയാൽ എത്ര കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും വെച്ചാൽ 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ പറയാലോ, 32 ഗ്രാം ഓക്സിജൻ കൊണ്ട് 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ്. ഇതാണ് നമ്മളെ കണക്ക്. 32 ഗ്രാം ഓക്സിജൻ കൊണ്ട് 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, 12 ഗ്രാം കാർബൺ കൊണ്ട് 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ്. ഇങ്ങനെയും പറയാം. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. 1 മോൾ ഓഫ് കാർബൺ ബേൺ ഇൻ 16 ഗ്രാം ഡയോക്സിജൻ. 1 മോൾ കാർബൺ ഇതാണ് നമ്മൾ ഇക്വേഷൻ. കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യും. നമുക്കറിയാം 32 ഗ്രാം ഓക്സിജൻ കൊണ്ട് 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ് അല്ലേ? 32 ഗ്രാം ഓക്സിജൻ കൊണ്ട് 44 ഗ്രാം കാർബൺ ഡയോക്സൈഡ് ആണ്. നിന്നോട് വെച്ച് 16 ഗ്രാം ഓക്സിജൻ കൊണ്ട് എത്ര ഉണ്ടാവുന്ന വെച്ച് അല്ലെ? 32 ഗ്രാം ഓക്സിജൻ കൊണ്ട് 44 ആണ്. ക്ലിയർ അല്ലേ? 10 പേനയ്ക്ക് 100 രൂപ. 10 പേനയ്ക്ക് 100 രൂപയാണ്. 10 പേനയ്ക്ക് 100 രൂപയാണ്. 100 പേന വാങ്ങാൻ എത്ര പൈസ വേണമെന്നാണ് ചോദിച്ചത്.
അതുപോലെ തന്നെ 32 ഗ്രാം 44 ഗ്രാം കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ എത്രയ്ക്കാ വെച്ച് 16 ഗ്രാം 16 ഗ്രാം O2 എത്ര കിട്ടുമെന്നുള്ള ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? 16 ഗ്രാമിന് എത്ര കിട്ടുമെന്ന് അറിയണമെങ്കിൽ 1 ഗ്രാമിന് എത്ര വേണമെന്ന് അറിയണ്ടേ? 1 ഗ്രാമിന് എത്ര വേണ്ടി വരും? 1 ഗ്രാം O2 ഇവിടെ മൾട്ടിപ്ലസ് ആണ്, ഇവിടുത്തെ ഡിവൈഡ് ചെയ്യൂ അല്ലേ? 44/32 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. ഒന്നിന് ഇത്രയാ ഉള്ളത്. ഒന്നിന് ഇത്രയാണെങ്കിൽ 16 എത്രയാ? ഇൻറ്റു 16 ചെയ്താൽ മതി. 16 ഗ്രാം O2 എത്ര കിട്ടുക? 44/32 ഇൻറ്റു 16. 16 32 കട്ട് ചെയ്ത് പോയി, 2 കിട്ടി. 44/2 എത്രയാ? 22 ഗ്രാം. കിട്ടിയില്ലേ? ആൻസർ ആയില്ലേ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. 3 മോൾ ഓഫ് ഈഥെയ്ൻ. 3 മോൾ ഈഥെയ്ൻ ഉണ്ട്. 3 മോൾ ഈഥെയ്ൻ ഉണ്ട്. C2H6. ഓക്കെ. കാൽക്കുലേറ്റ് ദ ഫോളോയിങ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ആറ്റം. എത്ര മോൾ കാർബൺ ഉണ്ട്? അപ്പൊ മക്കളെ അറിയണം, 3 മോൾ ഈഥെയ്നിൽ എത്ര കാർബൺ ഉണ്ടെന്ന് ചോദിച്ചാൽ 1 മോൾ ഈഥെയ്ൻ. മക്കൾ ചോദിക്കോ 1 മോൾ ഈഥെയ്നിൽ എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ അല്ലേ? 2 മോൾ കാർബൺ. ശരിയല്ലേ? 1 മോൾ ഈഥെയ്നിൽ 2 മോൾ കാർബണാ. ശരിയല്ലേ? അപ്പൊ 3 മോൾ എത്രയാ? 3 മോൾ ഈഥെയ്ൻ എത്ര കാർബണാ? 3 × 2 മോൾ കാർബൺ ആണ് അല്ലെ? 6 മോൾ കാർബൺ. റെഡിയല്ലേ മക്കളല്ലേ? 3 മോൾ ഈഥെയ്നിൽ എത്ര കാർബൺ ഉണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ 1 മോൾ ഈഥെയ്നിൽ എത്ര കാർബൺ ഉണ്ട്? ഒന്നിന്റെ പേര് അറിഞ്ഞാലേ 3ന്റെ പറയാൻ പറ്റൂ. 1 പറയാൻ പറ്റൂ. 1 മോൾ ഈഥെയ്നിൽ 2 മോൾ കാർബണാ. അപ്പൊ 3 മോൾ ഈഥെയ്നില 6 മോൾ കാർബൺ. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ. 3 മോൾ ഈഥെയ്നിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 3 മോൾ ഈഥെയ്നിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ 1 മോൾ അറിയണ്ടേ? 1 മോൾ ഈഥെയ്നിൽ 6 മോൾ ഹൈഡ്രജൻ ഉണ്ട്. 6 മോൾ ഹൈഡ്രജൻ അല്ലേ? 6 മോൾ ഹൈഡ്രജൻ. ഇനി അപ്പൊ 3 എത്രയാ? 3 മോൾ ഈഥെയ്നിൽ 1ന് 6 ആണെങ്കിൽ 3ന് എത്രയാ? 1ന് 5 ആണെങ്കിൽ 10ന് എത്രയാ? 50 അല്ലേ? 1ന് 6 ആണെങ്കിൽ 3ന് എത്രയാ? 3 × 6 മോൾ ഹൈഡ്രജൻ എത്രയാ? 18 മോൾ ഹൈഡ്രജൻ. റെഡിയല്ലേ? അപ്പൊ നമ്മൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് മോൾ കോൺസെപ്റ്റിലെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പ്രോബ്ലം ചെയ്തു കഴിഞ്ഞു. ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസിനും ചാനൽ എന്ത് ചെയ്യുക? മക്കൾ എന്ത് ചെയ്യുക? ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ മക്കൾ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ ബൈ, കാണാം.